ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. 8ാം ദിനത്തിലേക്ക് കടക്കുകയാണ് മലയാളത്തിൻ്റെ ഓണക്കാലത്തിറങ്ങിയ 3 ചിത്രങ്ങൾ. അതിലൊരെണ്ണം 7ാം ദിനം പിന്നിടുന്നു. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. ഓരോ പ്രേക്ഷകൻ്റെ ഹൃദയത്തിലും ആ സിനിമ ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു. തൊട്ടു പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്നു ലോക ചാപ്റ്റർ 1 കളക്ഷൻ്റെ കാര്യത്തിലും പ്രകടനത്തിൻ്റെ കാര്യത്തിലും നമ്പർ 1 ആയാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും തെലുങ്കിലും എന്ന് വേണ്ട, അമേരിക്ക അങ്ങ് തുടങ്ങി എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഹിന്ദി റിലീസ് ചെയ്യുമ്പോഴും അത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഓടും കുതിര ചാടും കുതിര, ഈ ഒരു സിനിമ ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ചിത്രമാണ്. കല്യാണി തന്നെയാണ് ഇതിലെയും നായിക. സിനിമ അത്ര കണ്ടങ്ങ് പ്രൊജക്റ്റ് ആയില്ല, പക്ഷേ സാമാന്യം തെറ്റില്ലാത്ത ലെവലിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നമുക്ക് ഈ 3 സിനിമകളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം. ഈ ഒരു ഉത്രാട ദിനത്തിൽ ഈ സിനിമകളുടെ പെർഫോമൻസ് എങ്ങനെ, അതുപോലെ തന്നെ ഈ ഒരു സിനിമ താണ്ടിയിരിക്കുന്ന പല റെക്കോർഡുകൾ, അതും കൂടാതെ പല സ്ഥലങ്ങളിലുള്ള അതിന് പല ഡീറ്റെയിൽസ്, അതെല്ലാമായി വരാം. അതിനു മുന്നോടിയായി ഒരു കാര്യമൊന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഒപ്പം ലൈക്കും ഷെയറും. ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ തൊട്ട് താഴെ കാണാൻ കഴിയും. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഒന്ന് വീഡിയോ റീച്ചാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വരാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇവിടെ സിനിമ ഇതുവരെ ഇന്നത്തെ ദിവസം നേടിയ കളക്ഷനിലേക്ക് ഒന്ന് നോക്കാം. 2000-ഓളം ഷോകളാണ് സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെട്ടത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഷോ കൗണ്ടുകൾ കൂട്ടുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതെ, 2000-ഓളം ഷോകളിൽ നിന്ന് ഇതിനോടകം തന്നെ 3,20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ 1800-ന് താഴെയുള്ള അല്ലെങ്കിൽ 1787-ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നത്. ഇന്നലെയും 3,26,000-ഓളം ടിക്കറ്റ്. ഇന്ന് 4 ലക്ഷം ടിക്കറ്റിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറെയും നോക്കുന്നത്. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 5,10,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ ഫൈനലായി വന്നത് 5,31,00,000 രൂപ. അതായത് 5,65,70,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഇന്നലെയും. തുടർച്ചയായ എല്ലാ ദിനങ്ങളിലും സിനിമയ്ക്ക് 5 കോടി, അതായത് 3ാം ദിനം കഴിഞ്ഞപ്പോൾ മുതൽ സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ്. ഇന്ന് 6 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയിൽ നിൽക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ മറ്റൊരു മൈൽ സ്റ്റോൺ നേടുകയുമുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് കാണാനുള്ളത് ബുക്ക് മൈ ഷോയിലൂടെ 22 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി. അതായത് നാളത്തേക്ക് 25 ലക്ഷം കടക്കും എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഇന്ന് ഹിന്ദി റിലീസാണ് വന്നിരിക്കുന്നത്. ഹിന്ദിയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ആദ്യം നമുക്കറിയാം, പ്രീ സെയിലിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രീ സെയിലിലൂടെ 2 ലക്ഷം രൂപ വന്നു. പിന്നീട് അത് 4 ലക്ഷം രൂപയിലേക്ക് എത്തി. ഉച്ചവരെയുള്ള നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് സെക്ഷനിൽ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ നേടിയത് ഏകദേശം 8 ലക്ഷം രൂപയോളമായിരുന്നു. ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വന്നത് പ്രകാരം 16 ലക്ഷം രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപാട് സിനിമകൾ ഇവിടെ വലിയ രീതിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, മാർക്കോ എന്ന ഒറ്റ ചിത്രം മാത്രമാണ് അതിനുശേഷം പിടിച്ചു നിന്നിട്ടുള്ള ഏക ചിത്രം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഏതൊക്കെ സിനിമകളായിരിക്കാം ഹിന്ദിയിൽ പോയി ആദ്യ ദിനം അത്യാവശ്യം കളക്ഷൻ തൂക്കിയിട്ടുള്ളത്? അതിനകത്തിൽ ഗോട്ട് ലൈഫ്, അതാണ് ആടുജീവിതം, 10 ലക്ഷം രൂപയായിരുന്നു സിനിമ നേടിയിരുന്നത്. കിങ് ഓഫ് കൊത്ത 20 ലക്ഷം രൂപ നേടിയപ്പോൾ മരക്കാർ 29,80,000, അതായത് 30 ലക്ഷം രൂപയാണ് മരക്കാർ നേടിയത്. കുറുപ്പ് 40 ലക്ഷം രൂപ നേടിയപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എമ്പുരാനാണ്, 76 ലക്ഷം. ഇവിടെ വിരോധാഭാസവും വളരെ രസകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്നത് മാർക്കോയാണ്. മാർക്കോയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. വേറെ ഒന്നുമല്ല, 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. അത്ര ഇവിടെ 76 ലക്ഷം മുന്നിൽ നിൽക്കുന്നു. ഓരോ സിനിമകളും 10 ലക്ഷത്തിന് മുകളിൽ നിൽക്കുമ്പോൾ മാർക്കോയ്ക്ക് ലഭിച്ചത് വെറും 1 ലക്ഷത്തിൽ താഴെ. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറുന്നു 10 കോടി. അതിൻ്റെ 10% പോലും വേറെ ഒരു സിനിമയ്ക്കും കളക്ഷൻ വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ലോക നിൽക്കുന്നത്. ലോക ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് കിങ് ഓഫ് കൊത്തയുടെ തൊട്ട് താഴെ, അതായത് 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീർച്ചയായും ഒരു പക്ഷേ അത് മരക്കാറിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും കടന്ന് കുറുപ്പിൻ്റെ മുകളിലേക്ക് എത്താനുമുള്ള ചാൻസുകളാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. 25 ലക്ഷം രൂപ കിട്ടിയാൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വലിയ സക്സസ് ആണ് എന്നുള്ളത്. ഇനിയുള്ള ദിവസങ്ങളാണ് അത് തീരുമാനിക്കുന്നത് എങ്ങനെ കത്തും എന്നുള്ളത്. അവിടെ പെൻ മൂവീസാണ് ഇതെടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള 2 സിനിമകൾ അവിടെ ഓടുന്നു. ഇന്ന് റിലീസുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. തമിഴിലെ പ്രകടനത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ, തമിഴിൽ സിനിമ 5 കോടി കടന്നിരിക്കുകയാണ്. തമിഴിലെ പല വലിയ തിയേറ്ററുകളിലും ഈ സിനിമ എത്തുന്നു. പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ തന്നെയാണ് അവരുടെ ഏറ്റവും ഫേവറേറ്റ്. ഒരു ക്യാമിയോ റോളിലോട്ടാണ് വരുന്നതെങ്കിലും ആളുകൾ ഏറെയും പറയുന്നത് ഈ ഒരു നടനെ കാണാൻ വേണ്ടി തന്നെയാണ് അവരെത്തുന്നത്. ഒപ്പം അവിടുത്തെയും അഭിപ്രായം അതിഗംഭീരമാണ്. അവർ പറയുന്ന കാര്യവും ഇങ്ങനെ തന്നെയാണ്. വെറുതെ ഒരു സിനിമ 100-150 കോടി കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ദുൽഖറിൻ്റെയിൽ കൊടുക്കൂ, അയാൾ നല്ലതായിട്ടുള്ള സിനിമകൾ ചെയ്യുമെന്നുള്ളതാണ്.
തെലുങ്കിൽ സിനിമ നേടിയിരിക്കുന്നത് 6 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കർണാടകത്തെ കളക്ഷൻ സിനിമയ്ക്ക് 5 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള വാർത്തകളും നമുക്ക് വരികയാണ്. എന്താണേലും സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി നോർത്ത് അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നോർത്ത് അമേരിക്കയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് ഇതുവരെ 8,80,00,000 കടന്നു എന്നുള്ള വാർത്തകളാണ്. അതായത് $1 മില്യൺ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും വന്നില്ല. അത് 7 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകാം. അതേപോലെ തന്നെ ഏറ്റവും ഓരോ സ്ഥലങ്ങളിലും വിറ്റുപോയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാ സ്ഥലത്തെയും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും വലിയ രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആകുന്നു. നമുക്ക് അങ്ങനെ ഒരു കാര്യമാണ് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ 200-ന് മുകളിലുള്ള സ്ക്രീനുകൾ ഇപ്പോൾ UK ആഡ് ചെയ്യുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റുകൾ വേഫെയർ ഫിലിംസ് തന്നെ പുറത്തുവിട്ടുണ്ട്. 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ തിയേറ്റർ കൗണ്ടുകൾ അല്ലെങ്കിൽ ഷോ കൗണ്ടുകൾ കൂട്ടുന്നതിൻ്റെ ആ ഒരു വിശേഷം GCC ഏറ്റവും വലിയ ഒരു രാജ്യങ്ങളിൽ നിന്ന് സിനിമ 50 കോടിയിലേക്ക് എത്താൻ പോകുന്നു. കേരള കളക്ഷൻ്റെ മുകളിലാണ്, ഇന്ത്യൻ കളക്ഷൻ്റെ മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത്. 150-ന് മുകളിലുള്ള സെൻറ്ററുകളിൽ 2ാം വാരത്തിലേക്ക് സിനിമ എത്തുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് കിട്ടുന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിൽ 40 കോടിയിലേക്ക് എത്താൻ പോവുകയാണ് സിനിമ. ഇതിനു മുന്നേ സിനിമ പറഞ്ഞ പോലെ നമ്മുടെ GCC രാജ്യങ്ങളിൽ നിന്ന് 50 കോടി കടക്കും എന്നുള്ളത് ഉറപ്പാകുകയാണ്. അങ്ങനെ ഈ സിനിമയുടെ വിശേഷങ്ങൾ അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. ഹൃദയപൂർവ്വം. മോഹൻലാൽ എന്ന ഒറ്റ പേര് പന്തി മലയാളിക്ക് ഒരു സിനിമ ഏത് റേഞ്ചിലും കയറിപ്പോകാൻ അതിനുള്ള തെളിവാണ് ഈ വർഷം നമ്മൾ പല സിനിമകളിലൂടെ കാണുന്നത്. ഇവിടെ ഹൃദയപൂർവ്വം എന്ന സിനിമയും ആ റേഞ്ചിൽ തന്നെ കയറുകയാണ്. ഓരോ മലയാളി പ്രേക്ഷകനും അവനവൻ്റെ നെഞ്ച് ചേർത്ത് വെക്കുന്നു ഈ ഒരു സിനിമയെ. ഹൃദയപൂർവ്വം ഇന്നത്തെ പ്രകടനം അതിമനോഹരമായിട്ട് തന്നെയാണ് കുതിക്കുന്നത്. 1031 ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്തപ്പോൾ 1,00,000 ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. അതായത് എല്ലാ ദിവസവും 1,00,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. ഇന്ന് ഇതുവരെ വന്നിരിക്കുന്നത് 1,69,00,000 രൂപയാണ്. അതായത് ഇന്നലത്തേന് സമാനമായ ട്രാക്ഡ് കളക്ഷൻ ഇന്നും ഇന്നലെ ലഭിച്ച 1,73,00,000 രൂപ, അതായത് 2 കോടിക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻ വന്നതെങ്കിൽ ഇന്നും അതിന് മുകളിലേക്ക് വരികയാണ്. കേരള ബോക്സ് ഓഫീസിലും തരംഗമാകുന്നു സിനിമ. ഇതിനോടകം തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ 44 കോടിയിലേക്ക് കടക്കുന്നു. ഇന്നത്തോടെ സിനിമ 48 കോടിയിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു ഉറപ്പും നമുക്ക് ലഭിക്കുകയാണ്. എന്താണേലും ഈ ഒരു ഓണക്കാലത്ത് ബാക്കി ഏത് സിനിമകളേക്കാൾ കൂടുതലും മലയാളി പ്രേക്ഷകൻ നെഞ്ചോട് ചേർക്കുന്നത് ഹൃദയപൂർവ്വം തന്നെയാണ്. കാരണം അതാണ് മോഹൻലാൽ എന്ന നടൻ്റെ പവർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മലയാളികൾക്ക് അത്ര ഇഷ്ടമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് തെളിവാകുന്നത്. ഇതേപോലെയുള്ള ഒരു സിനിമ നമുക്ക് കാണാൻ കഴിയുന്നു. ഫാമിലി പ്രേക്ഷകരുടെ ഇടി എന്ന് തന്നെയാണ് പറയാനുള്ളത്. വയസ്സായ ആളുകളും അല്ലെങ്കിൽ നാളുകളായിട്ട് തിയേറ്ററിൽ പോകാത്ത ആളുകളും എല്ലാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ മോഹൻലാൽ തന്നെയാണ്. നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഓടും കുതിര ചാടും കുതിര. ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയ്ക്ക് അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. 7ാം ദിനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇന്നും 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ വരുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 2.5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 6 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഏകദേശം 16 ലക്ഷം രൂപയായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന്. ഇന്ന് ഒരു പക്ഷേ 16 തൊട്ട് 25 വരെ എത്താനുള്ള ഏറെയും ചാൻസുകൾ കാണുന്നു എന്നുള്ളതാണ്. എന്നാലും ഫഹദ് ഫാസിലിൻ്റെ ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണാൻ നമ്മളേവരും കൊതിക്കുന്നത് തന്നെയാണ്. ഇപ്പം ഒരു പക്ഷേ ആ ഒരു സിനിമയുടെ ജോണർ എല്ലാവർക്കും അത്രത്തോളം എത്തി എന്നുള്ളതാണ്. അത്രത്തോളം എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്താണേലും ഈ ഒരു ഓണക്കാലത്ത് ഈ ഒരു സിനിമയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സിനിമയൊക്കെയാണ് കണ്ടത്? ഇന്ന് സിനിമ കണ്ടവരാണെങ്കിലൊന്ന് കമൻസിലൊക്കെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.